ഈ കളി തോക്കൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അടുത്ത കളി പിടിക്കണം കേട്ടോ. എന്നിട്ട് ചുമ്മാ ഇരിയടേ, ഇവിടെ ഒരു കളി ജയിക്കാൻ പറ്റില്ല, പിന്നെയാണ് അടുത്തത്. നമ്മുടെ ക്ലബ്ബിൽ കളി ജയിക്കുന്ന കഴിവ് ഒരുത്തനുമില്ല, അതാണ് പ്രശ്നം. നിന്നെയൊക്കെ ഈ ക്ലബ്ബിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. എന്താണോ പിള്ളേരെ രാവിലെ തന്നെ ഒരു ചർച്ച? അതൊന്നുമില്ല അണ്ണാ, നമ്മൾ ഈ ഓണപരിപാടിയെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യായിരുന്നു പയ്യന്മാരുമായിട്ട്. ഞാനും നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. വല്ല ഉടായ്പ പരിപാടിയും കാണും, അല്ലാതെ ഇങ്ങനെ ഇവിടെ വരില്ലല്ലോ. ചുമ്മാ അണ്ണൻ പറയണം. ഇത്തവണത്തെ ഓണപരിപാടി ഞാനും എന്റെ പിള്ളേരുമായിട്ട് നടത്താൻ തീരുമാനിച്ചു. എല്ലാ തവണ ഇങ്ങനെ തന്നെയാണല്ലോ, അതെന്തൊരു പുതിയ കാര്യം. പിള്ളേരാശാന നിലത്തീർത്തില്ലല്ലോ. ഇതൊന്നും അണ്ണനൊരു പുത്തരിയല്ല. എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾ ഓണപരിപാടി നടത്തണ്ട. അണ്ണാ, നമ്മളിപ്പം ക്ലബ്ബിൽ വെച്ച് പരിപാടി നടത്താന്നാണ് വിചാരിച്ചത്. അപ്പം പിള്ളേരൊക്കെ അതിന്റെ ഒരു ഇതിലാണ്. അയ്യേ, അതൊന്നും ശരിയാവൂല. അതും ആശ ഇങ്ങനെ നിക്കുമ്പം നിക്കണ്ട, ആശാനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. കൊച്ചു തീവ്രവാദി കൊറേ കേട്ടാ. നിങ്ങൾ ഇവിടത്തെ വീട്ടിൽ നിന്നെല്ലാം പൈസ പിരിച്ച് താ, നമുക്ക് പരിപാടി നടത്താം. അത്രയും മതിയാവും, നീ തളരും. അണ്ണാ, അതൊന്നും ശരിയാവില്ല. വേണ്ട. അത്രയ്ക്കായ എന്നാ വന്ന് കാണണം നീയൊക്കെ പരിപാടി നടത്തണത്. എന്നാ നിങ്ങൾ കണ്ടോ, നമ്മുടെ പരിപാടി നടത്തും, നമ്മളെ അണ്ണാൻ പരിപാടി നടത്തും, ഒരു ചില്ലി കാശ് പിരിക്കുക. അത്രക്കായാ ഞാനൊന്ന് കാണാം. അണ്ണാ, കൊറേറാ പോയി. എന്താ എന്ത് നോക്കണേ? ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്തിൻ്റെ എൻ്റെ അടുത്ത് ഇത്ര? ഇതിനേക്കാൾ നീ അണ്ണനെ കൊന്നു കളയടാ. എന്തായാലും പെട്ട്, ഇനി ഒന്നിച്ചനുഭവിക്കാം. തെണ്ടി. അണ്ണ അവന്മാര് പറഞ്ഞ കണക്കിന് ഇത്തവണത്തെ പരിപാടി അവന്മാര് തന്നെ ചെയ്യുമെന്നാണ് തോന്നണേ. അങ്ങനെയല്ല അണ്ണ ഉദ്ദേശിച്ചത്, അണ്ണൻ പരിപാടി തടയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെന്താ ആശാനെ പൊട്ടനാക്കാൻ നോക്കണം? നീയൊക്കെ രണ്ടുപേരും എന്റെ വശത്താണ്, അത് അവന്മാരുടെ വശത്താ. കൊറേ നേരം കൊണ്ടങ്ങ് പൊക്കി അടിക്കണവന്മാരെ. അണ്ണ ഞാൻ അങ്ങനെ ചെയ്യോ അണ്ണ? ആശാനെ, എന്തൊക്കെയായാലും അവരെ ഈ പരിപാടി നടത്താൻ സമ്മതിക്കരുത്. അവന്മാർക്ക് എന്നെ അറിയത്തില്ല, അവന്മാർക്ക് ഞാൻ പണി കൊടുക്കണുണ്ട്. ഇത്തവണത്തെ പരിപാടി ആര് ചെയ്യുന്നുള്ളത് നമുക്ക് കാണാം. എന്നാലും ഇങ്ങനൊരു പണി തരുമെന്ന് കരുതിയില്ല. അതിന് ഞാൻ എന്തിനാ ഇത്? നീ ഒന്നും ചെയ്യാത്തോണ്ടാണ് ഇത്രയായത്. അത് ഞാൻ അണ്ണനെ ഹൈപ്പാക്കാൻ നോക്കിയതല്ലേ. എന്നാലും ഇത് വല്ലാത്ത ഹൈപ്പായി പോയത്. എന്തായാലും അണ്ണ ഹൈപ്പായി, ഇനി അത് പോവാതെ നോക്കാം. ഇനി ഒന്നും നോക്കാനില്ല, അയാളോട് നിൽക്കുക, പരിപാടി സെറ്റാക്കുക, അത്രേ ഉള്ളൂ. അതൊന്നും ശരിയാവില്ല, വില വിട്ട് ഒരു കളിയില്ല. പോടാ 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 പോടാ. ഞാൻ എന്തോ വലിയ കുറ്റമല്ലേ? അണ്ണാ, നീ എന്താണ് പ്ലാൻ? പൈസ ഞാൻ തരാം. ഇവനെ ഞാൻ കൊല്ലും കേട്ടാ. പിന്നെ ഇത് നോക്ക്. മാറ് അണ്ണാ. സാറേ, ഇപ്പം ഈ കാര്യം അധികം ആരും അറിഞ്ഞിട്ടില്ല. കൂടുതൽ ആൾക്കാർ അറിഞ്ഞാൽ കൈ നോക്കും. അതാ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ. ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാരെങ്കിലും എടുക്കാൻ? അയ്യോ ഇല്ല സാർ. അന്ന് ബാങ്കിൽ വന്നവരുടെയും വർക്കറുടെയും ഫുൾ ഡീറ്റെയിൽസ് വേണം. ഓക്കെ സാർ. വർക്ക് ചെയ്യുന്ന ഒരാൾ ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുകയാണ്. ഇനി അയാൾ വല്ലതും? അതിനൊരു വഴിയില്ല സാറേ. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആരെയും സംശയമില്ല സാറേ. പിന്നെ ഒരു ഇതുള്ളത് ആ ക്ലബിലെ പിള്ളേരാണ്. ഓണപ്പരിപാടി നടത്താൻ വേണ്ടി അവർ പൈസയുടെ പറഞ്ഞത്. അത് തിരക്കാം. എന്നാലും നമുക്ക് ഇത്രയും പൈസ തരാൻ മാത്രം മനസ്സുള്ള ആരുണ്ട്? എന്തായാലും പൈസക്ക് ആവശ്യമുള്ളതല്ലേ, നമുക്ക് ഇത് വെച്ച് ഓണ പരിപാടി നടത്താം. അത് വേണ്ട, ഇത് പണിയാവും. ആരെങ്കിലും മോഷ്ടിച്ച പൈസ ആണെങ്കിൽ എണ്ണം തീർന്നു. എന്തിനു ഇടങ്ങേരടെ, അവനെ പോയിട്ടേ ഉള്ളൂ. പിന്നെ എടുത്തോ, പണി വരുമ്പോ കാണാം. എന്നാലും എനിക്ക് മാത്രം ഇത്രയും പണി എവിടെ നിന്ന് വരുന്നു? അണ്ണ ഇങ്ങനെ പേടിക്കാതെ. വിനീതേ, ഇവനൊന്ന് വിളിച്ചോണ്ട് പോടാ. ഇല്ല അണ്ണാ, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്ക് എന്തായാലും പരിപാടി നടത്താം, ബാക്കി പറഞ്ഞത് വെച്ച് കാണാം. എന്തു പറയുന്നു എല്ലാരും? എന്തായാലും നാട്ടുകാരുടെ മുമ്പിൽ ചെറുതാവാൻ പാടില്ല, പരിപാടി നടത്താം. അണ്ണ അപ്പൊ എന്തിനു പറയണു? എന്തെങ്കിലും ചെയ്യടേ. എന്താ നീ എങ്ങോട്ട് പോണേ? നമ്മളെ ബാങ്കിലോട്ടല്ലോ തന്നെ. നിങ്ങളെ ഞാൻ ക്ലബിലോട്ട് പോകണം. എന്ത് നീ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? എന്തിനാ? അവിടുത്തെ പൈസ എന്താ മോഷണം ചെയ്ത് അങ്ങനെ എന്തോ ഇന്ന് മെനങ്ങാന്നെന്തോ. ഞാൻ ഇന്നലാണ് കാര്യം അറിഞ്ഞത്. എന്താ
അണ്ണാ പരിപാടി തെറ്റിയതിക്ക് പോലീസിനെ അറിയിക്കണ്ടേ? നീ ഒന്നും അറിയിക്കണ്ടാ, അവരറിഞ്ഞു വന്നോളൂ. ഓണത്തിനകത്തടക്കമുള്ള എല്ലാ ഗോളും ഉണ്ട്. നിനക്ക് എന്തിനാ? അതാണ് രാവിലെ തന്നെ കഴപ്പം കാണിച്ചു തരാൻ വന്നോളും. അവര് വരുമ്പോഴേ ഇങ്ങനെ തന്നെ പറയണം. ഡേ നീയൊക്കെ ഒന്നും മിണ്ടായി. അവൻ പറയാൻ വന്നത് പറയട്ടെ, ചുമ്മാ ചക്ക മാങ്ങാന്ന് പറഞ്ഞു. നീ പറയടാ അണ്ണാ, നല്ല പണിയാണ് പറഞ്ഞത്. എടാ നീ കാര്യം പറയടാ മൈത്താടി. അണ്ണാ, നമ്മുടെ HMB ബാങ്കില്ലേ, ഇന്നലെ അവിടെ മോഷണം നടന്ന്. അതിന് തേങ്ങ ആ പൈസ എടുത്തെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞു. ആദ്യം അതിനെ നൂരാനുള്ള ഒരു വഴി നോക്ക്. അതിന് ഈ പൈസ ആയിരിക്കും അത്. നല്ല വിളഞ്ഞ നോക്കിയിടണേ. 2 കരിക്കും കൂടി. അതാർക്ക്? നമുക്ക് അല്ലാതെ ആർക്ക്? എന്നാ 3 കരിക്കിട്ടോ, 3 എണ്ണം. ആശാനെ കിട്ടി, അവന്മാരെ പൂട്ടാനുള്ളത് കിട്ടി. ആരെ? ആ ക്ലബിലെ അവരെ. ഞാനേ വരുന്ന വഴിക്ക് കേട്ടതാ, ആ ബാങ്കിൽ നിന്ന് പോയ പൈസ അവരെ കയ്യിൽ തന്നെ ഉണ്ട്. അത് വെച്ച് പരിപാടി നടത്താനാണ് അവരെ പ്ലാൻ. അതായിരുന്നല്ലേ? അത് നീ പേടിക്കണ്ട, അതിനുള്ള പണി അവന്മാർക്ക് അവിടെ എത്തിക്കാണും. വിനീതേ, തുരുത്തിന്റെ ഭാഗത്തോട്ട് നീ പോക്കോ. AKG റോഡിന്റെ ഭാഗത്ത് നീ രാജുവും ഇട്ടോ. നമ്മളെല്ലാം സഹായം വേണോടെ. ഇതിന് മാത്രം പണി എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നോ? ഇതാരെ വീടാ? ഇത് നമ്മളെ ക്ലബിലുണ്ടായിരുന്ന വിനോദേട്ടന്റെ വീട്. സാറേ, പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ക്ലബ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പണം എവിടെ? ഏത് പണം സാറേ? നിങ്ങളെല്ലാരും കൂടെ ബാങ്കിൽ നിന്ന് മേടിച്ച പണം. ആര്? നമ്മളാ? മോഷണം? സാറിന് ആള് മാറിയതായിരിക്കും സാറേ. നിനക്ക് ആള് മാറിയില്ല, ഞാൻ പറഞ്ഞുതരാടാ. സാർ ആദ്യം പണം കണ്ടുപിടി, എന്നിട്ട് തെളിവ് കൊണ്ടുപോവാ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നും ഉണ്ടായില്ലേ, ഇടിയുള്ള വയ്യ. എടാ, നിന്റെ കയ്യില് ആ പൈസ നമുക്ക് നന്നായിട്ട് അറിയാടാ. നിനക്ക് നമ്മളെ കിട്ടും. സാറേ ഞാനല്ല സാറേ, ഇവരാണ് സാറേ. നിനക്ക് കാണിച്ചു തരാടാ. എന്നാലും ആ ചെറുക്കൻ ഈ പൈസയും കൊണ്ട് എവിടെ പോയി? വേറെ എവിടെ പോവാൻ? എനിക്ക് അടുത്ത പണി ഉണ്ടാക്കി തരാൻ പോയത്. പറഞ്ഞു തരുന്നില്ല, എത്തിയല്ല. എന്താ പറ. ഡേയ്, ആ പരമേശ്വരൻ നമ്മളെ രാജുവിനെ തൂക്കിക്കൊണ്ട് പോണുണ്ട്. എവിടെ വെച്ച്? കൂടുതലൊന്നും ചോദിക്കണ്ട, എനിക്ക് ഇത്രേ ഡയലോഗ് ഉള്ളൂ, ഞാൻ പോകണം. അണ്ണാ, ആ പരമേശ്വരൻ വെറുതെ പാടില്ല. വന്ന് നമ്മളെ ചെറുക്കനെ തൊട്ട് കളിക്കാൻ തുടങ്ങി. അണ്ണാ, നമ്മളെ ചെറുക്കനെ തിരിച്ചുകൊണ്ട് വരണം, പരിപാടി കളറാക്കണം. ഈ അജയ് ആരെന്ന് അവന് കാണിച്ചു കൊടുക്കാം. ആര്? നിന്നെയാണ് കൊണ്ടുപോകണ്ട, അവനല്ല. പണ്ട കിഴവാ, അയച്ചുകൊണ്ടാണ് തനിക്ക് നല്ലത്. കൊച്ചൊരുക്കോ തറയിലടാ. പിന്നെ തന്റെ തലയിലോ എടുക്കണം. 3 എന്റെ കൈ കിട്ടോ, ഞാൻ കാണിച്ചു തരാം. അല്ലയോ പരമേശ്വര, നീ കുറച്ച് പണത്തിന് വേണ്ടി പാവത്തിനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന നല്ലതിനല്ല. നിന്നെ കർത്താവ് പാതാളത്തിൽ ചവിട്ടിത്ത. ആശാനെ ബാഗ് ബാഗ് ബാഗ്, ആശാനെ ബാഗ് ബാഗ്. വാ വാ, അവരും പോയി. അടുത്തിനി എന്താണോ ദൈവം ഈശ്വരൻ. കിട്ടാനുള്ളതൊക്കെ കിട്ടിയാ മക്കളെ. എന്നെ പിടിക്കുന്നു. ആരെ പിടിക്കാൻ? നീ ഇവിടെ കിടക്കാം. അണ്ണാ, അവന്മാരെ പോയി പിടി. ഞാൻ തന്നെ അവരെ പിടിക്കണേ. അവരായി അവരെ പാടായി. പൈസ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ അകത്ത് പോവണ്ണ. ഞാൻ തിൻ്റെ അകത്ത് പോണേ. ആ പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലേ, പോലീസ് വരുമ്പോ പഠിക്കും. പിന്നെ പിടിയാടാ. ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലേ. നില്ലോടോ. സാറേ, അവന്മാരല്ലേ, പിടിക്കാമാരെ.
ഇങ്ങനെ ഓട്ടിക്കുന്ന നമ്മളെ കുട്ടാ ഇതാ നമ്മളെ പ്രായത്തെ എങ്ങനെ ഒന്ന് ബഹുമാനിക്കടാ. പിന്നെ അവൻ നിങ്ങളെ മോഹല്ലേ പറഞ്ഞല്ലേ കേക്കാൻ ആയിങ്ങോട്ട്. ആരെ കെട്ടിക്കാൻ്റെ മരുത്തര പറഞ്ഞു ഇതൊക്കെ തീരട്ടെ, നിന്നെ ഞാൻ ഒന്ന് കാണണം. അണ്ണാ പൈസ പിടിക്കാണ വാ അണ്ണാ. പോലീസ് പിടിക്കുമണ്ണോ? ഒമ്മാരി ആചാരെ പിടി ആചാരെ. അയ്യോ അയ്യേ അയ്യോ അയ്യോ പോലീസ്. സാറേ നമ്മളല്ല സാറേ ചെയ്തത്, അവനാണ് സാറേ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഓടിക്കോ. അയ്യോ